ഈശോയിൽ എത്രയേ സ്നേഹം നിറഞ്ഞവരെ. ഓഗസ്റ്റ് മാസം 12-ാം തീയതി ആണ്ടുവട്ടത്തിലെ 19-ാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച തിരുസഭ നമ്മളുടെ വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 22 മുതൽ 27 വരെയുള്ള സുവിശേഷ ഭാഗമാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് കാണുന്നത്. ഒന്നാമതായിട്ട് ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ പ്രവചനവും, രണ്ടാമതായിട്ട് ഈശോ നികുതി കൊടുക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യവുമാണ്. രണ്ട് കാര്യങ്ങളും നമ്മളുടെ നിത്യജീവിതത്തെ സംബന്ധിച്ച് വളരെയേറെ പ്രയോജനപ്പെടുന്നൊരു കാര്യമാണ്. ഈശോ പീഡകൾ സഹിക്കുവാനായിട്ട് തയ്യാറാകുന്നത് നമ്മളുടെ എല്ലാവരുടെയും പാപത്തിന് പരിഹാരമായിട്ടാണ്. അപ്പോൾ ഈശോ കടന്നു പോകുന്നത് പോലെ തന്നെ നമ്മളും ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ചെറിയ സഹനങ്ങൾ ദൈവത്തിന് കാഴ്ചവെച്ചാൽ അത് നമ്മളുടെയും അതോടൊപ്പം മറ്റുള്ളവരുടെയും വിശുദ്ധീകരണത്തിനും പാപത്തിൽ നിന്നുള്ള മോചനത്തിനും കാരണമാകും. രണ്ടാമതായിട്ട് ഈശോ നികുതി കൊടുക്കണമോ വേണ്ടയോ എന്ന ചിന്തയാണ്. ഈശോ ദൈവപുത്രനാണ്. അപ്പോൾ ദേവാലയത്തിന് നികുതി കൊടുക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ കൂടിയും യഹൂദ നിയമം പാലിക്കുവാനായിട്ട് ഈശോ അവിടെ നികുതി കൊടുക്കുകയാണ്, ഈശോയ്ക്ക് വേണ്ടിയും പത്രോസിന് വേണ്ടിയിട്ടും. അതായത് ഈശോയെ നികുതി കൊടുക്കുന്നു, ഈശോയുടെ ശിഷ്യനായ പത്രോസും നികുതി കൊടുക്കുന്നു. നമ്മളും ഓരോരുത്തരും പലപ്പോഴും അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മൾ നികുതി അടക്കണം. കാരണം നികുതി അടച്ചാൽ അത് യഥാർത്ഥത്തിൽ എത്തേണ്ടവരിലേക്ക് തന്നെയാണോ അധികാരികൾ എത്തിക്കുന്നത് എന്നുള്ള ചിന്തയാണ്. അത് എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ഈശോയുടെ മാതൃക തന്നെ നമ്മളുടെ ജീവിതത്തിലേക്കും സ്വീകരിക്കാം. നമ്മളുടെ ദശാംശങ്ങളിലൂടെ സഭയെ സഹായിക്കുവാനായിട്ട്, നിയമപരമായിട്ട് നമ്മൾ രാഷ്ട്രത്തിന് കൊടുക്കേണ്ട നീതി കൊടുത്തുകൊണ്ട് രാഷ്ട്ര നിർമ്മാണത്തിലും പങ്കാളികളാവുന്ന നല്ല വ്യക്തികളായി തീരുവാനും നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ഈ തിരുവചനത്തിലൂടെ നമ്മളോട് ഈശോ ആവശ്യപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ: ഒന്ന്, സഹനങ്ങളെ കാഴ്ചവെച്ച് സ്വയവിശുദ്ധീകരണവും മറ്റുള്ളവരുടെ വിശുദ്ധീകരണവും സാധ്യമാക്കുക. നികുതി അടച്ചുകൊണ്ട് സഭയുടെയും രാഷ്ട്രത്തിൻ്റെയും വളർച്ചയ്ക്കും പങ്കാളികളാവുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.